ഹായ് ഗൈസ്, അങ്ങനെ നമ്മളുടെ ഒരു കിഡിലൻ സൺഡേ ഡേ ഔട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കറങ്ങാൻ വേണ്ടി പോവാണ്. എവിടെയാണെന്നൊക്കെ നിങ്ങൾ വഴിയെ അറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ നമ്മുടെ ഡ്രൈവർ ഇവിടെ ഉണ്ട്. അല്ല, ഡ്രൈവർ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഡ്രൈവർ അല്ലേ? അല്ലാണ്ട് അതെ. അപ്പൊ ഇന്നത്തെ കുറച്ച് വിറ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അന്തന്റെ വീട്ടിൽ പോയി. അന്തന്റെ വീട്ടിൽ പോയപ്പോഴേക്കും അന്തം മെയിൻ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ വീട്ടില് ഞാൻ ഇന്നിവിടെ കൂടിയാലെന്ന് വെച്ചപ്പോ അവൻ എന്റെ അടുത്ത് പറഞ്ഞാണ്, നമുക്ക് കൂടാം, കുറച്ചു നേരം വീട്ടുകാർ വരും, അതിന് പോകണം. പറഞ്ഞത് അത് കഴിഞ്ഞ് പുള്ളിക്ക് വന്ന വഴിക്ക് അയലോണ്ട് ഷോർട്സ് മേടിക്കണമെന്ന് പറഞ്ഞിട്ട്. ഏത് കടറ പേരെന്താടാ? ഇന്റർഡൈവാ. ഇതെന്താണ് തമിഴ്നാട്ടിലെ മറ്റേ ഡെഡ് ബോഡി കൊണ്ട് എന്താടാ ഇന്റർഡൈവ് അല്ല, ഇപ്പം വേറെ ഏതോ പേരാ പറഞ്ഞത്. പറയണ എന്താണ് പേര്? എന്താ പേര്? പറ, പേര് പറഞ്ഞേ. ഒളിമ്പിയസ് അറീന എന്ന് പറഞ്ഞ് ഏതൊരു കാട്ടിലൊക്കെ കൊണ്ടുപോയില്ല. സത്യം പറയാല, വേറെ വഴിക്കൊക്കെ കൊണ്ടുപോയി, അതും പറ്റിച്ച്. എന്നിട്ട് ഇന്റർഡൈവ് പോയിട്ട് ഡ്രസ്സ് കിട്ടിയ അതുമില്ല. ഞാൻ പറഞ്ഞു പോണെങ്കിൽ ഇതിൽ 150 രൂപ നയലോണ്ട ഷോർട്സ് മേടിക്കണം. അയാൾക്ക് അത് പറ്റൂല. അയാൾക്ക് ഇന്റർഡൈവിന്റെ ഒഫീഷ്യൽ സാധനം തന്നെ വേണം. അപ്പൊ ഞാൻ പുള്ളിയുടെ ബാഗ് എടുത്ത് തപ്പി നോക്കിയപ്പോഴേക്കും ഗോഗിൾസ്, ഏത് വെള്ളത്തിൽ ചാടുന്ന ഗോഗിൾസ്, പിന്നെ മറ്റേ ക്യാപ്പ്, വൺ സെറ്റപ്പ്. അവിടെ ചെല്ലുമ്പോ ഗിറ്റായിരിക്കട്ടെ. അവിടെ ചെല്ലുമ്പോ ഇവന്റെ കെട്ടി അണിഞ്ഞൊരുങ്ങി വന്ന എന്റെ ഷോർട്ട് നിങ്ങളെ കാണിച്ചതാണ്. ഇന്ന് നമ്മള് ഇപ്പൊ വേണ്ട, നിനക്ക് അവിടെ ബോഡി കാണിക്കണേ, നീ കാണിച്ചോ. ബോഡി കാണിക്കണോന്ന് അവിടെ പോയിട്ട് കാണിച്ചോട്ടെ, ആശാന്റെ ഇഷ്ടം. അപ്പൊ നമ്മളിപ്പോ പോണ സ്ഥലത്തേക്ക് അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് തുടങ്ങാം. അന്ന് ഞാനിന്ന് ഇവനെ പിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന വഴിക്ക് പോകുമ്പോ പറയണേ, അണ്ടർവെയർ ഉണ്ടാവും എന്റെ അടുത്ത് കഴിക്കാൻ. അണ്ടർവെയർ ഉണ്ടാവുന്നു എന്റെ അടുത്ത് കഴിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അണ്ടർവെയർ ഇടാറില്ല. അപ്പൊ പറഞ്ഞ ആണല്ലേ ഞാനും. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് പൊതുവെ പുറത്ത് പോകുമ്പോ അണ്ടർവെയർ ഇടാറില്ലെന്നല്ല. അവൻ അണ്ടർവെയറിനല്ല, വേറൊരു മലയാളം വീടാ പറഞ്ഞത്. അപ്പൊ ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് ആക്കിയെന്നേ അല്ലേ. ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചെന്നാ അറിയോ, പിന്നെ നിങ്ങൾ എല്ലാവരും എന്നെ അറിയാലോ നമ്മുടെ വീഡിയോ. ഇപ്പൊ എന്താ ചോദിച്ചെന്നറിയോ, നീ ഷഡ്ഡി ഇട്ടിട്ടുണ്ടാവും, ഷഡ്ഡി എടുത്തിട്ടുണ്ടാവും. അങ്ങനെ വന്നത്, അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇടാറില്ല, ഞാൻ പൂളിറങ്ങുമ്പോ ഇടാറില്ലെന്നാണ് ഉദ്ദേശിച്ചത്. ഇവൻ ഉദ്ദേശിച്ചെന്നു വെച്ചിട്ട് അവൻ നോർമൽ പോകുമ്പോ ഇടാറില്ലെന്ന്. പുള്ളി ഇടാറില്ലെന്ന് എനിക്കാണ്. ആ വീഡിയോയില് കാണിക്കണ നീ. അതെന്താ കാണിക്കുമ്പോ ഇവരെല്ലാരും നമ്മുടെ ഫാമിലി തന്നെ, അവരെ കാണിക്കണം. ഞാനല്ലേ വെറുതെ മിക്കി മൗസ്. ഞാനിത് പിന്നെ അമലി അവൻ കാണേണ്ടത് കുഴപ്പമില്ല. അമലെ നീ വിളിച്ചതല്ല പറഞ്ഞു എന്താന്ന് വെച്ചാൽ എന്റെ വേഷം കെട്ടണ്ടില്ലേ. എന്താണ് എന്താണത്? പിന്നെ എടാ എന്താണെന്താ അല്ല മനസ്സിലായില്ല എന്താ ചോദിച്ചത്? അല്ല എന്തോ സാധനം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് നോക്കിയപ്പോ ഇവിടെ കാണിച്ചു 3 പ്രാവശ്യം പിടിച്ചിട്ട് എന്തിനാടാ. ആകെ ഞാനോടെ ഉണ്ടായിരുന്നല്ലേ, അല്ലെങ്കിൽ എന്നെ പിടിച്ചേ. പിടിക്കാറെല്ലാവരും ഉറങ്ങിക്കിടന്നപ്പോ അവല്ല പിടിച്ചില്ലേ? ഞാൻ പിടിച്ചൊന്നുമില്ല. ഞാനും കമന്റ് ചെയ്യല്ലോ അവലെ. അതിന്റെ അവസാനത്തെ കമന്റ് ആയിരിക്കും. പള്ളിയിൽ വെച്ച് കണ്ടുപോലെ തോന്നിയായിരുന്നു. ആണോ? വ്യക്തമില്ല. ബാക്കിനെ കറക്റ്റായിട്ട് അറിയാലോ. എന്നെ മുഖത്തോട്ട് നോക്കണോടാ, മുഖത്തോട്ട്. അല്ല കണ്ണട വെച്ചിട്ട് വേറെ സ്ഥലത്തേക്കാണോ കണ്ണാണ്ടിരിക്കാണ്ടി വെച്ചോടാ. ഇല്ല, മൂട് പോയി. വെച്ചോടാ, കുഴപ്പമില്ല. ഡിസപ്പോയിന്റ് വേണ്ട. അവൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകും. പോടാ കടി. ഇവിടെ എന്താണോ എന്നെ ഇവിടെ നമ്മളെപ്പോഴും പറഞ്ഞല്ലേ BOT പാലമാണ്. BOT അല്ല, ഓൾഡ് ഹാർബർ ബ്രിഡ്ജ്. പാലം പൊങ്ങണായിരിക്കും. അല്ല, പാലം പൊങ്ങണ പറഞ്ഞിട്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കണേ. എടാ അത് അവിടത്തെ ഇതിന്റെ പ്രശ്നമാണ്. അവിടെ ടാർ ചെയ്താണ് ഞാൻ പൊങ്ങണ സ്ഥലത്ത്. ഇന്ന് പൊതുവെ എല്ലായിടത്തും തിരക്കുറവായിരിക്കോട്ടെ.
ഓണ പരീക്ഷയാണ്. കുറച്ചേരം കഴിയുമ്പോ ഞാൻ കാണിച്ചു തരാം ബ്ലോക്ക്. അല്ല നിനക്ക് അല്ല തിരിച്ചെന്തു അവിടെ ഒരു ബ്ലോക്കൂല ബസ്സുകാരൻ പോണ ഔട്ടിന്റെ ബ്ലോക്കാണ് ഈ ബസ്സുകാരൻ. അതെ നിനക്ക് എപ്പോഴും ഓണം സെലിബ്രേഷൻ? അറിയില്ല, അടുത്ത ആഴ്ച. നിനക്ക് എപ്പോഴും ഓണം സെലിബ്രേഷൻ? എനിക്ക് ഡേറ്റ് എനിക്ക് ഓണം സെലിബ്രേഷൻ അല്ല, നമുക്ക് ആഘോഷിക്കാടാ. നിനക്ക് എപ്പോഴാണ് എന്താ ഓണം സെലിബ്രേഷൻ? ഓണത്തിനല്ല എന്തായാലും ഓണം സെലിബ്രേഷൻ. പിന്നെ ക്രിസ്മസിനാ? എടാ പിന്നെന്താണ് പറഞ്ഞ, പിന്നെ ഓണത്തിന് ഓണം സെലിബ്രേഷൻ അല്ലാണ്ട് പിന്നെ വിഷു ആഘോഷിക്കാൻ പറ്റും? അവരുടെ പേര് പോലെ വേണ്ട. അയ്യോ അതെനിക്ക് ഇഷ്ടപ്പെട്ടാ. എടാ ഞാൻ ഇപ്പൊ ഗോവ സീസൺ ആണ്. ഇപ്പൊ അന്തന്റെ വീടിന്റെ അവിടെ ഒരു ബോഡി ഞാൻ കണ്ടാണ്, ഗോവ തീർത്ഥാടനം. എടാ ഇല്ല നീ കണ്ടിട്ടില്ലേ? എടാ അപ്പുച്ചേട്ടന്റെ ജിമ്മില്ലേ, അപ്പുച്ചേട്ടന്റെ ജിമ്മിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ഗോവ തീർത്ഥാടനം. ഒരു തീർത്ഥാടനമല്ലേ? തീർത്ഥാടനമെന്ന് മനസ്സിലായ? എടാ തീർത്ഥങ്ങൾ ആടും, അതാണ് ഗോവ തീർത്ഥാടനം. ആ 7,000 രൂപ എന്തോ, 7,000 രൂപ 6,000 രൂപ എന്തോ ഒരാൾക്ക് ഇവിടെ നിന്ന് അവിടെ വരെ പോയിട്ട് വന്നേ. അതിന് നമ്പർ വേണമെങ്കിൽ ഞാൻ അവിടെ തപ്പിയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കൊടുത്തേക്കട്ടെ. അതെ ജീവിതത്തിൽ റൈറ്റ് ജീവിതത്തിൽ തീർത്ഥാടനം എന്നുള്ളവർക്ക് അനമ്പ് ഉപയോഗിച്ച് തീർത്ഥാടം. എന്താണ് എന്താണ് പറയണല്ലോ? പഴഞ്ചൊല്ലി പറഞ്ഞല്ലേ? എന്താ നീ പറഞ്ഞ പഴഞ്ചൊല്ലി? എടാ എനിക്ക് എടാ സ്നാപ്പ് എന്ത് പ്രശ്നമാണല്ലേ? അതിന്റെ അതൊന്നും എങ്ങനെ ഓട്ടോ കൺസൾട്ടന്റ് ഷാപ്പി കയറിയത് അന്ന് വെച്ചാൽ പഴയ എന്റെ ഒരു ഓട്ടോ കൺസൾട്ടന്റ് ഉണ്ടായി, അയാൾ സ്നാപ്പി കയറിയത്. എടാ എന്ത് സ്വഭാവമാണ്, നാട്ടുകാരെ മൊത്തം അറിയിക്കുമല്ലോ. എന്താ അത് എന്താ അന്ത മറ്റേ സീനാണ്ട, ഞാൻ ഒരു കൗണ്ടർ അടിക്കുമ്പോ അന്നൊരു കൗണ്ടറിലേക്ക് അപ്പൊ തന്നെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടാവും. പുള്ളി അപ്പൊ തന്നെ പേപ്പർ എടുത്ത് നോക്കും. ആ ഓക്കെ കൊതുകിനുള്ള ക്രിമിയടി വേറെ എന്തൊക്കെയുണ്ട് പഠിച്ചു വെച്ചേക്കണ പറയണ. അതെ എന്താ ഇനി എത്ര ഉണ്ട് ബാക്കി? ഇതൊക്കെ നാച്ചുറലായിട്ട് തന്നെ ആണോ? ഇനി പോക്കറ്റിൽ പേപ്പർ എടുത്തേ പ്രാടോ അയ്യോ മിസ്സായി പോയി. പച്ച കളറിലെ പ്രാടോ ആയിരുന്നു. അങ്ങനെ നമ്മൾ സാബുഖാന്റെ വീട്ടിലെത്തി. സാബുഖാന്റെ ഫേവറേറ്റ് ഗാഡി മെട്രോ കാർഡ് മേടിക്കാൻ വേണ്ടി വന്നാണ്. അയാൾ വരും. ഹായ് ഹാസു, ഹൗ ആർ യു? സോയി, ഹായ് സോയി. ഹലോ ഹലോ ഹായ് സോയി. സാബുക്ക് ഇവിടെ ഉണ്ട്. എന്താ ചവിട്ടി ഉണക്കായിട്ടാ സാബുഖാന്റെ മെട്രോ കാർഡ് ബ്ലോഗിലാണ്ടാ. അയ്യോ സോയി അങ്ങനെ നമ്മൾ ഇതാ ചിറ്റിലപ്പള്ളി സ്ക്വയറിലെത്തിരിക്കുകയാണ്. ഇന്ന് കേട്ടോ ഞാൻ പറഞ്ഞില്ല എന്നാൽ തിരക്കില്ലെന്ന് പറഞ്ഞാൽ തിരക്കുണ്ടാവില്ല ഇവിടെ. ഞാൻ പറഞ്ഞ തിരക്കില്ലെന്ന്. അപ്പൊ ഈ പെണ്ണുമ്പളെന്ന് പറഞ്ഞാൽ ഇവിടെ തിരക്കുണ്ടെന്ന്. അപ്പൊ നമ്മൾ ചിറ്റിലപ്പള്ളി സ്ക്വയറിലെത്തി. നമ്മളിനി നേരെ പൂളിലേക്ക് പോവാം. ഇവിടുത്തെ പൂളിന്റെ സ്പെഷ്യാലിറ്റി ഇല്ലേ എന്താ? എടാ സത്യം അല്ല എടാ ഇവിടുത്തെ പൂളിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സത്യം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാൻ വെറുതെ പറയില്ലെന്നറിയാലോ. കാണിച്ചിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറഞ്ഞു. ഞാനായിട്ട് പറഞ്ഞു അന്തന്റെ വേറൊരു വിറ്റ് പറഞ്ഞില്ല. രാവിലെ ഞാൻ വീട്ടിൽ പോയങ്ങനെണ്ടാ, നമുക്ക് വൈറ്റ് ഷർട്ട് മറ്റേ ഇതുള്ള വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ടില്ലേ മുട്ടൻ കോമഡി, ഷൂ ഒക്കെ അടിച്ചു വന്നേക്കാൻ പൊരിഞ്ഞ മഴ പുറത്ത്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഈ സാധാരണ ലോക്കൽ ലുക്കിലാക്കി കൊണ്ടുവന്നത്. അതാ ലുക്ക് കറങ്ങാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കാണാൻ പോണ പോലെ വന്നെ. വല്ലപ്പോഴാണ് എല്ലാ ദിവസം പോണം. ഞാൻ നിനക്ക് ഉറക്കണതിനാണ്. ഇതാണ് പൂള്. ആ നിങ്ങളുടെ റിയാക്ഷനാണ് എനിക്ക് വേണ്ടത്. അതെ ഇതാണ് പൂള്. നിങ്ങളുടെ റിയാക്ഷനാണ് എനിക്ക് വേണ്ടത്. പൂള് എല്ലാ റിയാക്ഷന് അവിടെ ചെല്ലുമ്പോൾ മതി, ഓറാക്കണ്ട. സബ്സ്ക്രൈബേഴ്സിനും മനസ്സിലാവും ഇവരുടെ ഒരു റിയാക്ഷനാണ്. റിയാക്ഷൻ എടുക്കണം. പൂള് കണ്ടിട്ട് റിയാക്ഷൻ പറഞ്ഞാൽ മതി, ഓറാക്കണ്ട. റിയാക്ഷൻ അണ്ണൻ്റെ റിയാക്ഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞേ ഇയാളെന്താണ് ചിരിച്ചോണ്ടിരിക്കണത്. അപ്പൊ ഞങ്ങൾ ഇനി ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് കാണാം. നവന് ഹീലാണ്ട് കാരണമായി. രസം എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് എനിക്ക് ഹൈലൈറ്റ് പറയുന്നത് ഷീറ്റുണ്ട്. അതെ ആ ഷീറ്റാണ്, മേളിൽ നനയൂല വെയിലും കൊള്ളൂല. അതാണ് മെയിൻ്റെ. ആ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടമുള്ള ഇട്ടോ. അഡിഡാസ് ഇട്ടോ? അഡിഡാസ് അല്ല അഡിഡാസ് ഇട്ടോ. അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി. ഇത് ഇവിടെ എല്ലാവരും ഡ്രസ്സൊക്കെ ഇടുന്നു. ഇതേ നിക്കറൊക്കെ ഇട്ട് ഇങ്ങനെ കള്ളി. നീ ഒന്നും ഇട്ടില്ലേ? ആ ഓക്കെ ഓക്കെ നവനിക്കുണ്ട്. നീ ഇട്ടിട്ടുണ്ടോ?
ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങൾ ഇനി ഇറങ്ങിയിട്ട് ബാക്കി കാണിച്ചു തരാം. എടാ വഴി മുടക്കാണ്ട് മാറാ മുങ്ങിച്ചാളാ എനിക്ക് ഞാറങ്ങണ്ടേടാ ഞാറങ്ങണ്ടാണ്. ബാക്കിൽ നമ്മുടെ ഉണ്ട്. ഓ മൈ ഗാഡ്. ആ പോരട്ടെ ആ വാ 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 വരട്ടെ 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 ഇതിൽ വരട്ടെ. എടാ മമ്മ വിളിച്ച ഫോണുണ്ടാ എൻ്റെ കയ്യിൽ. എന്നാ ഇവിടുത്തെ പൂളിൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നൈസാണ്. അന്തമ്മനുണ്ട്. എടാ എന്താ ഗ്ലാസ് എടുത്തില്ല? നിന്റെ ഗോഗിൾസും ഹെൽമെറ്റും ഹെൽമെറ്റ് അല്ല കവറും അങ്ങോട്ട് പോയാൽ മുങ്ങിപ്പോ. നിങ്ങൾ ഉറപ്പാണ്. രണ്ട് മുങ്ങും പോവും. അബി നീയും മുങ്ങിപ്പോ. നീയും മുങ്ങിപ്പോടാ അബി. വേണ്ട നോക്കിക്കോ ഇവിടെ നിന്ന് കളി മാറോട്ടാ. സത്യം ഞാൻ തമാശ പറഞ്ഞല്ല. ഞാൻ തമാശ പറഞ്ഞല്ല. നമുക്ക് കാര്യത്തിയല്ലേ ഐറ്റ് നോക്കണേ കൊള്ളാം. തിരിച്ചിങ്ങോട്ട് തന്നെ വന്നോട്ടാ. മുങ്ങിപ്പോരുത്. അടാ ആഴമില്ലേ അടി ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്താന്ന് വെച്ചാല് നല്ല അത്യാവശ്യം ആഴമുണ്ട്. വേറെ ഉള്ള ആഴം കുറവായിരിക്കും. പിന്നെ ഇവിടുത്തെ വെള്ളം ശ്രദ്ധിച്ചേ. ഇപ്പൊ വെള്ളം കണ്ട വെള്ളമൊക്കെ നല്ലതാണ്. ക്ലീൻ അല്ലേ? ആ പിക്കെടുക്ക മണ്ടന്റെ കാര്യം. ഞാൻ എന്താ തൊപ്പിയുണ്ട് അന്നെ ഗോഗിൾസ് പക്ഷെ അന്നേരം വെക്കാൻ പറ്റിയില്ല. ഗോഗിൾസ് കാറിലായി പോയിട്ടെ പുള്ളിയുടെ. എന്താണ് ഈ സാധനം ഇതെങ്ങനെ ഇടണമെന്ന് അറിയോ എനിക്ക്? എന്നിട്ട് എനിക്ക് വേണ്ട നേത്രക്കാരനെ ഇടണ ഇനി കളി മാറും. ഇപ്പഴത്തേക്ക് ഇങ്ങടാ 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 എടാ ഇങ്ങനെ വാ ഇങ്ങടാ. എടാ ഇവിടുന്ന് കളി മാറും. ഇങ്ങോട്ട് വാ കാണിച്ചു തരാം. എടാ വാടാ ഞാൻ നീന്താ അറിയണ്ട. പിന്നെ ഇയാള് രാവിലെ ദിവസം പൂളി പോണ ഞാൻ നീന്താ. എടാ എടാ വാടാ ഞാനല്ലേ ഇവിടെ ഉള്ളത്. മുങ്ങൂലെന്ത് എടാ മുങ്ങൂലടാ വാടാ. ആ കാണുമ്പോ തോന്നും നിക്ക്. എടാ അന്തമാനാണ് മുതലില്ലേ മുതല 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 വന്നോലിരിക്കാൻ സൈലന്റ് ആയിട്ടൊക്കെ വന്നി പോടേ. ഇതാണ് ഗൈസ് കോട. പോടാ ഇവരൊക്കെ കോടയിൽ കളിക്കാണ്. കോടയിൽ ഇതിലേ വന്നാലല്ലേ വെള്ളം തന്നെയുള്ളൂ. കടിക്കുടി വരാ നീ ഒറ്റയ്ക്ക് തന്നെ ഒരുത്തരക്ക് നിൽക്കണം. ഉണ്ണികൃഷ്ണ ആയിരിക്കും ഇവിടെ സീറ്റ് കിട്ടിയതാ. ഗൈസ് ഡ്യൂ ടു ഹെവി റെയിൻ പിന്നെ ഇവിടെ സിപ്പ് ക്ലൈമ്പിംഗ് ഒക്കെ ഉണ്ട്. അല്ല സിപ്പ് ക്ലൈമ്പിംഗ് അല്ല അത് വേറെ സാധനമായിരുന്നില്ലേ. ക്ലൈമ്പിംഗ് ഒക്കെ ഉണ്ട് മഴ കാരണം. പിന്നെ ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഫുള്ള് നമുക്ക് ഇതുപോലത്തെ എന്താണ് ഇതിൻ്റെ അടിയിൽ കൂടെ നടക്കാം. അതുകൊണ്ട് മഴ നനയില്ല. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ഫുൾ ഡേ പിള്ളേർ കളിച്ചാലും തീരാത്തത്ര സാധനങ്ങൾ നമ്മളുടെ ഇവിടെ ഉണ്ട്. ചിച്ചിരപ്പള്ളി സ്ക്വയറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കണ്ട നിങ്ങൾക്ക് ബർത്ത്ഡേ ഫംഗ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ നടത്താം. ഓൾറെഡി ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പോണ്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് എപ്പോഴും വീഡിയോയിൽ പറയാനുള്ളൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇവിടെ. ഈ കാണുന്ന കൊയ്ക്കാർഫുകൾ ഇത് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റാണ്. കൊയ്ക്കാർഫുകളുടെ സംസ്ഥാന സമ്മേളനം. ഒരുപാട് കൊയ്ക്കാർഫുകളുണ്ട്. പിന്നെ ഇത് അതുപോലെ തന്നെ ഇവിടെ ഒരു എന്താ പറയുക മാൻമെയ്ഡ് വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ ഞാനിവരെ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് മീനെ തീറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കാം. ഇവിടുത്തെ ഫിഷിനെയൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൽക്കാലം ഞങ്ങളുടെ കയ്യിൽ ഫുഡ് ഇല്ലാത്തതുകൊണ്ട് മീനെടുത്ത് വന്നിട്ട് ഈ അഭിയായിട്ടപ്പോഴാണ് മീൻ നീ പണ്ട് ഇവിടെ ആയി പടാ പോടാത് കൈമുക്കറ കൈയിട് ഒന്നിട് തൊടാ മീൻ നമുക്ക് തൊടാം. എടാ എൻ്റെ മറ്റൊരു വീഡിയോയിൽ കണ്ടിട്ടില്ലേ മീൻ ഫുള്ള് കയ്യിൽ കയറിയാണ്. ഇവിടെ ഫിഷ് ഇവിടെ സ്പാനൊക്കെ ഉണ്ട്. ഹായ് ഗൈസ് അങ്ങനെ ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഇത് കാണിച്ചേക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കാണിക്കേണ്ടിരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കൂടെയൊക്കെ നടന്നു പോകാം. ഇവിടെ നല്ല സേഫ്റ്റിയാണ്. ഹാർനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ അടിയിൽ തന്നെ ഒരു ടീ കോഫി സ്നാക്സ് ഒക്കെ കുടിക്കാൻ പറ്റിയൊരു സ്ഥലം. പരിപാടി വൈൻഡപ്പ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അളകാപുരിയാണ് എൻ്റെ മനസ്സിലെ പ്ലാൻ. അല്ല എന്താ ഒരു അളകാപുരിയിൽ പോകാമെന്ന് പറഞ്ഞു. ഇവർക്ക് നല്ല വെജിറ്റേറിയൻ ഫുഡ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു പൊട്ടൻ പറഞ്ഞു അവിടെ ചിക്കൻ ബിരിയാണി ഇട്ടൊന്നും ബീഫ് ബിരിയാണി ഇട്ടൊന്നും ആരും ഇവരെ അറിയിച്ചേക്കാം പൊട്ടൻ. ആ പുള്ളി അളകാപുരി എന്ന് പറഞ്ഞപ്പോൾ ഏതോ എന്താണ് മറ്റേ തമിഴ് ഒതന്റിക് വെജ് റെസ്റ്റോറൻ്റ് ആണെന്ന് വിചാരിച്ചു. അന്തനല്ലേ ഇവര്
അബിക്കറിയായിരുന്നു ഈ മണ്ടം മറന്നു ആക്ടിങ് ആയിരുന്ന ഓ ഹോട്ട് നാച്ചുറൽ ആക്ടിങ്. നീ ഇങ്ങനെ അഭിനയിക്കലുണ്ട്, നീ ജീവിക്കണ ആക്ടിങ്. അളകാപൂരിലെ ഫുഡിന്റെ കാര്യമില്ല, ബിരിയാണി ഫോന്റെ മോനെ സീനാണ്. മുട്ടയൊക്കെ ഉണ്ട് ബിരിയാണിയുടെ അത്ര. കോഴിമുട്ട, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി ഇല്ലടാ, തള്ളല്ലേ പറ്റിക്കാണോ കാണാം. ഇതാണ് നമ്മുടെ അളകാപൂരിയിലെ ബിരിയാണി. ഇതാണ് അവിടുത്തെ മുട്ട. 3 വീത് ചിക്കൻ ഉണ്ടാവട്ടെ. അതെങ്ങനെയുണ്ട്? അളകാർക്ക് അതെങ്ങനെയുണ്ട്? പിന്നെ ചിക്കൻ ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ബീഫ് ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ബീഫ് എങ്ങനെയുണ്ട്? അതിന് തിന്നണ്ട ചുണ്ടല്ലോ. അന്തനില്ലേ ഞങ്ങളുടെ അടുത്ത് പെപ്സി ചോദിച്ചട്ടാ. അപ്പൊ ഞങ്ങള് പെപ്സി മേടിച്ചില്ല. പക്ഷെ പുള്ളി അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ പെപ്സി 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 എന്ന് പറഞ്ഞോണ്ടിരിക്കട്ടെ. ഒരു മന്ത്രം ചൊല്ലുന്ന പോലെ മേടിച്ചു തരാം. എടാ വിഷമിക്കണ്ട, ഇത് കഴിച്ച ഈ മുട്ട കഴിക്കണല്ലേ. അയ്യോ മുട്ട വേണ്ട, നീ മുട്ട കഴിക്കും. മുട്ടയും ഞാനെടുത്തു, ചിക്കനും ഞാനെടുത്തു. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ലാസ്റ്റ് വന്നെത്തിയിരിക്കുന്നത് സെന്റ് ജൂഡ് പള്ളിയിലാണ്. എപ്പോഴും ഞങ്ങള് ലാസ്റ്റ് പരിപാടി അവസാനിപ്പിക്കുന്ന ഇവിടെ അല്ലേ അഭി? നന്മയുടെ പാതയിലൊന്ന് കാണട്ടെ. നന്മയുടെ പാതയിലൂടെ പോയല്ലേ അഭി? വേണ്ട. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവരും പള്ളിയിലെടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോവാണ്. അപ്പൊ ശരി ഗൈസ്, അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം.